ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഗോവർദ്ധൻ പറയും, സുലോചനയെ വിളിച്ചിട്ടുണ്ട്, ഇവിടെ ബൈസ്റ്റാൻഡറായിട്ട് ഒരു ലേഡി വേണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെ അലീനുണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് അയക്കാന്ന്. അത് പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട് കേട്ടോ, അത് വൈചേച്ചിയുടെ ആങ്ങളമാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് പറയുന്നതും ബാലേന്ദ്രൻ പറയും, അവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ളതല്ല നോക്കേണ്ടത്, അവിടെ വൈജയുടെ ആവശ്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം, അത് മാത്രം നോക്കിയാൽ മതി എന്ന് പറയും. അപ്പോഴേക്കും ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ബാലേട്ടൻ വീട്ടിൽ പോയ കാര്യം എന്തായി, അലീനെ തിരിച്ചു കൊണ്ടുപോയപ്പോൾ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും, എൻ്റെ വീട്ടിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ശിവേട്ടനും കമലയ്ക്കും ഹരിക്കും ഭരിക്കണമെങ്കിൽ അവർക്ക് കൊല്ലപ്പള്ളി വീടുണ്ട്, ഇവിടുന്ന് എല്ലാത്തിനെയും ഞാൻ അടിച്ചിറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട് കേട്ടോ, ശിവേട്ടൻ എന്നാൽ നേരെ ഇങ്ങോട്ടാണ് വന്നത്, എന്നിട്ട് രാജീവേട്ടനോട് എന്തൊക്കെയോ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഗോവർദ്ധൻ നിന്റെ കണ്ണ് എല്ലായിടത്തും വേണം, രണ്ടും വിഷവിത്ത എന്ന് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ബാലേട്ടൻ പറയുന്നത് കേൾക്കാനേ പറ്റത്തുള്ളൂ എന്ന് അങ്ങ് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ ഗോവർദ്ധനോട്. അപ്പോൾ ഗോവർദ്ധൻ ഓക്കെ പറയാണ്. പിന്നീട് നമ്മുടെ അലീന ബാലേന്ദ്രനുള്ള ചായയും കോഴിമുട്ടയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. അച്ഛ എന്ന് വിളിച്ചിട്ട്, അച്ഛൻ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ വിശപ്പിൻ്റെ കാര്യം ഓർത്തതേ ഇല്ല എന്ന്. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനയോട്, എന്തെങ്കിലും കഴിച്ചോ എന്നുള്ളത്. ഇത്രയും ടെൻഷൻ കാരണം എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നും കഴിക്കേണ്ടി വരത്തില്ല എന്ന് അലീന പറയുന്ന നേരത്ത് നമ്മുടെ ബാലേന്ദ്രൻ പറയും, ഇനിയൊന്നും മിണ്ടണ്ട, നീ പോയി വല്ലതും കഴിച്ചിട്ട് വാ എന്ന്. അപ്പോൾ അലീന എണീറ്റ് പോകുന്നു. പിന്നീട് നമ്മുടെ ഹരിയാണ് കേട്ടോ കാണിക്കുന്നത്. ഹരിയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ചെന്നിട്ട് ഒരു പെൺകുട്ടിയെ കൂട്ടിയിട്ട് വരികയാണ്. എന്നിട്ട് രണ്ട് കൈ കൊണ്ട് മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങോട്ടാ, 10 കിലോമീറ്റർ ആയല്ലോ നമ്മൾ പോരാൻ തുടങ്ങിയിട്ട്, എങ്ങോട്ടാണെന്നൊന്ന് പറ എന്ന് പറയുമ്പോൾ, നമ്മളെ കാനന ചോലയിൽ ആട് മേയ്ക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ, കാനന ചോലയോ, എന്നെ പറ്റിക്കാണോ എന്ന് ചോദിക്കും. നിന്നെ പറ്റിക്കാനാണെങ്കിൽ എനിക്ക് എന്നെ പറ്റിക്കാം എന്നങ്ങ് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനു ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അലീന ചായയും കോഴിമുട്ടയും തന്നെയാണ് കൊടുക്കുന്നത്. മനുവേട്ടന് ഉപവാസമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് കേട്ടോ, നമ്മളെ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്ന പല സാഹചര്യങ്ങളുണ്ട്, ഏതാണെന്നറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയട്ടോ. നമ്മൾ ആപത്തുപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകും. പിന്നെ പ്രേമ അസ്ഥിക്ക് പിടിക്കുന്ന സമയത്ത്, പിന്നെ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചുപോയാൽ, അങ്ങനെ കുറേ സാഹചര്യങ്ങൾ മനു അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ശരിയാ മനുവേട്ടൻ പറഞ്ഞത് എന്നങ്ങ് പറയുമ്പോൾ മനു പറയുന്നുണ്ട് കേട്ടോ, ഒരു സോറി പറയാൻ ഞാൻ മറന്നുപോയി എന്ന്. എന്തിന് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മയും അനിയനും അച്ഛനും അലീനയോട് ചെയ്തതിന്, അതിനൊക്കെ സോറി പറയാൻ നിന്നാൽ അതിനെ നേരം കാണുള്ളൂ എന്ന് അലീന പറയുമ്പോൾ അലീന തന്നെ പറയുന്നുണ്ട് കേട്ടോ, അവരെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കുറ്റവും എൻ്റെതാ, ഞാൻ ശരിക്കും ഇവിടേക്ക് വന്നുകൂടാത്തവളല്ലേ, ഇനി വന്നാൽ തന്നെയും വേഗം സ്ഥലം വിടേണ്ടവൾ എന്ന് ചോദിക്കുമ്പോൾ, അർഹിക്കാത്ത സ്ഥാനത്താണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ, അച്ഛൻ പറഞ്ഞ വെറും ഒരു നുണക്കഥയുടെ പേരിലല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ മനു പറയുന്നുണ്ട് കേട്ടോ, നീ അത്രയ്ക്ക് അങ്ങ് ഓർത്ത് മനസ്സ് വേദനിപ്പിക്കേണ്ട എന്ന്. അപ്പോൾ അലീന പറയും, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എൻ്റെ അച്ഛനാ, ഞാനൊരു അനാഥയാണെന്ന് ഓർത്ത് എന്നെ അങ്ങ് കൈവിടാനും പറ്റത്തില്ല, 22.5 വർഷം കൊണ്ട് ഉയർത്തിയെടുത്തോണ്ട് വന്ന ജീവിതം തകർന്നു പോവല്ലോ എന്നാലോചിച്ച് ഭാര്യയോടും മക്കളോടും ഒന്ന് സത്യം പറയാനും വയ്യ, ഭാര്യയോടെങ്ങാനും പറഞ്ഞാൽ ആ ബന്ധം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നോർത്ത് അതും പറയാൻ വയ്യ. അപ്പം മനുവിനും അത് സങ്കടാവുന്നുണ്ടെങ്കിലും അലീന വീണ്ടും പറയുന്നുണ്ട്, സ്നേഹിക്കാൻ പറ്റുമോ, അതുമില്ല, അച്ഛൻ ഇതിനെല്ലാം നടുവിൽ കിടന്ന് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ അച്ഛൻ അനുഭവിക്കുന്ന വേദനയൊന്നും ആരും അനുഭവിക്കുന്നില്ല, ഓരോ നുണക്കഥകൾ ഉണ്ടാക്കി അതിൽ തന്നെ തൂങ്ങി പിടിച്ചുകൊണ്ടിരിക്കുക ആ പാവം എന്ന് പറയുമ്പോൾ മനു അങ്ങ് എണീക്കൂട്ടോ. നീയാണ് മോളെ എൻ്റെ ഊന്നുവെടി എന്ന് അച്ഛൻ പറയുമ്പോൾ, എനിക്കറിയാം അതിൻ്റെ മുഴുവൻ അർത്ഥവും, ഞാനേ ഉള്ളൂ അച്ഛനെ എന്ന് പറയുമ്പോൾ മനു വന്ന് അങ്ങ് ചേർത്ത് പിടിക്കൂട്ടോ. എന്നിട്ട് പറയും, അലീന ഞാനും ഉണ്ടല്ലോ എന്നങ്ങ് പറയുമ്പോൾ അങ്ങ് തോളിലേക്ക് ചാരി കരയുവാണ് കേട്ടോ അലീന. പിന്നീട് നമ്മുടെ ഹരിയെയും ആ പെൺകുട്ടിയെയും തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആ പെണ്ണ് ഹരിയോട് പറയുന്നുണ്ട്, നല്ല രസമുള്ള സ്ഥലം, ഇവിടെയാണോ കാണാൻ ചോല എന്ന്. എന്നിട്ട് ആടിനെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ, ശരണ്യ തന്നെയാണ് ആട്, ഇവിടെ ഒരുപാട് പുല്ലൊക്കെ ഇല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഓ ഹരിയേട്ടന് മേയ്ക്കാൻ ഞാനായിരിക്കും അല്ലേ ആട് എന്നൊക്കെ ചോദിക്കട്ടോ ശരണ്യ. അതിനുശേഷം ഇവർ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരുത്തനെ കാണുന്നുണ്ട് കേട്ടോ. അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ തന്നെയാണ് റിസപ്ഷനിസ്റ്റ്, ഞാൻ തന്നെയാണ് റൂം ബോയ്. അപ്പോൾ കുക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ കുക്കുണ്ട്, എങ്കിൽ
കാന്താരി മുളക് പെരട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കണം, പൊറോട്ടയും വേണം എന്ന് പറയുമ്പോൾ അയാൾ പറയും ആയിക്കോട്ടെ സർ, കുക്കിനോട് പറഞ്ഞാൽ മനസ്സിലാവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാണ് കുക്ക് എന്ന് പറയും. എൻ്റെ അമ്മോ ഇതെന്താ 3 in 1? ഞങ്ങൾക്ക് ഒരു റൂം വേണമായിരുന്നു, എത്രയായിരിക്കും പൈസ എന്ന് ചോദിക്കുമ്പോൾ 3000 പറയുന്നുണ്ട്. അപ്പം തന്നെ ശരണ്യ പറയുന്നുണ്ട് 3000 രൂപയ്ക്കൊന്നും റൂം എടുക്കണ്ട, അല്ലെങ്കിൽ തന്നെ എന്തിനവിടെ സ്റ്റേ ചെയ്യുന്നത്, നമുക്ക് തിരിച്ചു പോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരി പറയും ആകപ്പാടെ പ്ലാൻ പൊളിയാണല്ലോ. ആ സമയത്ത് ഹരി പറയുന്നുണ്ട് കേട്ടോ, സ്റ്റേ ചെയ്യണ്ട, പക്ഷേ 1-2 മണിക്കൂറിന് എത്രയാവുമെന്ന്. അപ്പോൾ അയാൾ പറയും അങ്ങനെ റൂം മുറിച്ചു കൊടുക്കാറൊന്നുമില്ല സർ, എന്തായാലും 3000 രൂപ തന്നേക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് QR കോഡ് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. എങ്കിൽ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അങ്ങ് പോവാണ്. പിന്നീട് കുറച്ച് റീൽസൊക്കെ എടുക്കുന്നുണ്ട്, കുറച്ചൊക്കെ റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ബാലചന്ദ്രനെ ഗംഗാധരൻ വിളിക്കുകയാണ്. സ്ഥലങ്ങളൊക്കെ ചുറ്റി കണ്ട് തിരിച്ചു വരുന്ന വഴിക്കായിരിക്കും കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുന്നു. മാലതിയടുത്ത് ഇല്ലേ കൂടെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയതേ ഉള്ളൂ, ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, അവരെ കണ്ടിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ കാര്യം അറിഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും വൈജയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയതായിരിക്കല്ലേ എന്ന്. അതെ, ശിവനും രാജീവനും പറഞ്ഞു ഭയങ്കര സീരിയസ് ഹെഡ് ഇഞ്ചുറീസ് ആണെന്ന്. അതെ ഗംഗേട്ട, ജീവൻ ഉണ്ടല്ലോ അത് തന്നെ വലിയ ധാരാളം. ഇത്രയും വലിയ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ജീവൻ കിട്ടുക എന്ന് തന്നെ വലിയൊരു കാര്യമാണെന്ന് പറയാനിട്ട് ബാലേന്ദ്രൻ. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാ ബാലേന്ദ്രൻ അവിടെ നടക്കുന്നത്, പല കഥകളും പറഞ്ഞ് പരത്തുന്നുണ്ടെന്ന് ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ അതെ, പല കഥകളും ഇവിടെ പറഞ്ഞ് പരത്തുന്നുണ്ട്, എന്താ ശരിക്കുള്ള സ്റ്റോറി പറയണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല ബാലേന്ദ്ര, താൻ പതിയെ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പയ്യെ ആ പന ഞാൻ തിന്ന് തീർക്കണമായിരുന്നു അല്ലേ എന്ന്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് അലീനയായിട്ട് ബാലേന്ദ്രന് രക്തബന്ധമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അല്പ ദിവസത്തേക്ക് അലീനേനെ അവിടുന്ന് മാറ്റി നിർത്തായിരുന്നു, അപ്പോൾ ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതായിരിക്കുമായിരുന്നു. അപ്പോൾ തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ആരോ ഗംഗേട്ടനോട് രക്തബന്ധം ഇല്ല എന്ന് പറഞ്ഞത് അവൾ എൻ്റെ മകളാണെന്ന് പറയും. അപ്പോൾ ഗംഗം പറയും എനിക്കറിയാലോ അലീന ആരാണെന്ന്, ഞാനൊന്ന് പാലാക്കി വന്നപ്പോൾ എല്ലാം ഊഹിച്ചെടുത്തു, അവൾ വൈജയുടെ മകളാണെന്നും അവൾ പണ്ട് മരിച്ചു പോയിട്ടില്ല എന്നൊക്കെ അറിയാം എന്ന് പറയുമ്പോൾ ഓഹോ അത് ശരി, അപ്പം അളിയൻ അങ്ങ് മിണ്ടാതെ അങ്ങ് പോയി, അതുകൊണ്ടാണോ തിരിച്ച് വിളിക്കാതിരുന്നതും പെങ്ങളുടെ പക്ഷം പറയാതിരുന്നതും? നീതി നടക്കട്ടെ എന്ന് വെച്ചു, 23 വർഷം പിറകോട്ട് ചെന്ന് എല്ലാം വെട്ടിത്തിരുത്താൻ പറ്റത്തില്ലല്ലോ എന്ന് ഗംഗം പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാ എന്നിട്ട് ഗംഗേട്ടൻ അനിയന്മാരോടും അമ്മയോടും പെങ്ങളോടും ഈ സത്യം അങ്ങ് പറയാതിരുന്നത്, അതല്ലേ നീതി എന്ന് ചോദിക്കുമ്പോൾ ആകെ കുഴങ്ങി പോവാണ്ട് ഗംഗൻ. അവിടെ അറിഞ്ഞാലുള്ള കാര്യം എനിക്കറിയാലോ, വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും, പിന്നെ ഒരിക്കലും ബാലചന്ദ്രന്റെ ഭാര്യയായിട്ട് അവൾ നിൽക്കത്തില്ല, ഓടിപ്പോകും, മകളുകൂടി അറിഞ്ഞാൽ പിന്നെ സൂയിസൈഡ് ആയിരിക്കും ഫലം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അത് മനസ്സിലാക്കാൻ കേട്ടോ. അപ്പോൾ ഗംഗൻ പറയുന്നുണ്ട് നമുക്ക് കാണാൻ സംസാരിക്കാം, മറ്റന്നാൾ ഞാൻ അങ്ങ് എത്തും എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയാണ് ബാലേന്ദ്രൻ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.